നമ്മുടെ നാട്ടിൽ പഠിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പഠനത്തിൽ മിടുക്കരല്ലാത്ത പെൺകുട്ടികളെ 18 വയസ്സ് കഴിഞ്ഞ ഉടനെ കെട്ടിച്ചു വിടുന്നത് അത്ര പുതുമയുള്ളൊരു കാര്യമല്ല. അതിന്റെ കാരണമായി പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയായിരിക്കും: അവൾക്ക് എന്തായാലും പഠിച്ചിട്ട് ജോലിയൊന്നും കിട്ടാൻ പോണില്ല, അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് അവളെ നോക്കാൻ പറ്റിയ ഒരുത്തന്റെ കൈ പിടിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അവളെ നോക്കാൻ ഒരാളുണ്ടാകുമല്ലോ. ഇനി ആൺകുട്ടികളിലേക്ക് വരാം. പഠിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പഠിത്തം നിർത്തിയ ഒരു ആൺകുട്ടിയെ പ്രായപൂർത്തിയാകുമ്പോഴേക്കും ആരുടെയെങ്കിലും കൈപിടിച്ചേൽപ്പിച്ച് അവന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഏതെങ്കിലും രക്ഷിതാക്കൾ ശ്രമിക്കുമോ? പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിൽ കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ സ്വയം തൊഴിൽ, കൃഷി, ബിസിനസ്, അങ്ങനെ പലതും. അപ്പോഴും രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും അവന് ജീവിക്കാൻ കഴിയണം എന്ന് തന്നെയായിരിക്കും. ഇവിടെ പക്ഷേ സ്വന്തം കുട്ടിയുടെ ഭാവി മറ്റൊരാളുടെ കയ്യിൽ സുരക്ഷിതമാക്കാനല്ല പേരൻസ് ശ്രമിക്കുക, മറിച്ച് അവനൊരു തൊഴിൽ അല്ലെങ്കിൽ വരുമാന മാർഗം വേണമെന്നായിരിക്കും അവർ ചിന്തിക്കുക. അതായത് ഒരു തൊഴിലുണ്ടാവുക അല്ലെങ്കിൽ വരുമാന മാർഗം ഉണ്ടാവുക എന്നത് ആണിനെ സംബന്ധിച്ച് വളർന്നു വരുമ്പോൾ തന്നെ ഒരു സോഷ്യൽ പ്രഷറിന്റെ ഭാഗമാണ്, അത് നിർബന്ധമാണ്. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ച് അത് സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിൽ ഒരു ചോയ്സ് മാത്രമാണ്. ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ പഠിച്ചാൽ ഭർത്താവ് അവളെ നോക്കിക്കോളും എന്നതാണ് നമ്മുടെ സൊസൈറ്റിയുടെ പൊതുവായൊരു ധാരണ. ചുരുക്കി പറഞ്ഞാൽ, പെണ്ണിന് ഭാഗ്യമുണ്ടേൽ നല്ലവനായൊരു ഭർത്താവിനെ കിട്ടിയാൽ, ഭർത്താവിനെ മുഷിപ്പിക്കാതെ ഭർത്താവിന്റെ കീഴിൽ നല്ല ഭാര്യയായി നടന്നാൽ, ഭർത്താവിന്റെ കയ്യിൽ പൈസ ഉള്ളിടത്തോളം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോവാമെന്ന്. ഈ ഒരു ചിന്തയിൽ നിന്നാണെന്ന് തോന്നുന്നു പെണ്ണിന്റെ ഭാഗ്യം പെരുവഴിയിലാണെന്ന പഴഞ്ചൊല്ലുണ്ടായത്. ഭാഗ്യവുമായി ബന്ധപ്പെട്ട പല പഴഞ്ചൊല്ലുകളും പഴഞ്ചൊല്ലുകളല്ലാത്ത ചൊല്ലുകളും നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ ഭാഗ്യം എന്നൊരു പിടിവള്ളിയിൽ തൂങ്ങിയാണ് പെണ്ണുങ്ങളുടെ ജീവിതത്തെ നമ്മുടെ സമൂഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. നമുക്കറിയാം, ആണായാലും പെണ്ണായാലും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പണം വേണം, അതായത് ഒരു വരുമാന മാർഗം വേണം. ഈ ഒരു കാര്യം ചെറുപ്പം മുതലേ ആൺകുട്ടികൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുത്ത് വളർത്തുന്ന നമ്മൾ, എന്നാൽ പെൺകുട്ടികൾക്ക് വരുമാന മാർഗം ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് അവരെ വളർത്തുന്നത്. ഇപ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും, ഒരു സ്ത്രീക്ക് ഹൗസ് വൈഫായി അവരുടെ ഭർത്താവിനെയും കുട്ടികളെയും നോക്കി ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിലെന്താണ് തെറ്റ്, ഇയാൾക്ക് എന്താണ് അതിൽ ഇത്ര പ്രശ്നമെന്ന്. എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, ഈ സ്ത്രീയുടെ ഭർത്താവിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ ഈ സ്ത്രീയുമായുള്ള ജീവിതം അടുത്ത് മറ്റൊരാളുമായി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തമായി വരുമാനമില്ലാത്തൊരു സ്ത്രീ എന്താണ് ചെയ്യുക? ഹൗസ് വൈഫായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിലും ജീവിക്കുന്നതിലും ഒരു തെറ്റുമില്ല. പക്ഷേ ഹസ്ബൻഡിന്റെ അടുത്തു നിന്നുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് നിന്നുപോയാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വരുമാന മാർഗം തീർച്ചയായും മുന്നിൽ കാണണമെന്ന് മാത്രം, അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. എനിക്കറിയാവുന്ന ചില പെൺകുട്ടികൾ തന്നെ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കുന്നതല്ലേ ബെറ്റർ എന്ന് ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം നേരത്തെ പറഞ്ഞതുപോലെ സമൂഹവും രക്ഷിതാക്കളും അവരങ്ങനെ കണ്ടീഷനിങ് ചെയ്ത് വളർത്തുന്നതാണ്. മറ്റൊരു കാരണം, അവർ ചിന്തിക്കുന്നുണ്ടാകും കല്യാണം കഴിച്ചാൽ എന്തായാലും ഭർത്താവ് നോക്കും, പിന്നെ എന്തിനു പഠിച്ച് കഷ്ടപ്പെടണം. ഒരു 18 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനം, കല്യാണം എന്നീ 2 ചോയ്സുകൾ ഉണ്ടാകുമ്പോൾ കല്യാണം കഴിക്കുന്നതല്ലേ ബെറ്റർ എന്ന് തോന്നാം. പഠിത്തം, പരീക്ഷ, അതിനുശേഷമുള്ള ജോലി തിരയൽ തുടങ്ങിയതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പം കല്യാണം കഴിക്കുന്നതാണെന്ന് തോന്നാം, പ്രത്യേകിച്ച് കല്യാണത്തിന്റെ ഒപ്പം വരുന്ന ആഘോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ആകുമ്പോൾ. ഇതുകൂടാതെ വീട്ടിലെ ജോലിയും മറ്റൊരു ജോലിയും ഒരുമിച്ച് ചെയ്ത് എന്തിന് കഷ്ടപ്പെടണം എന്നൊരു ചിന്തയും ഉണ്ടാകാം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഹസ്ബൻഡിന്റെ അടുത്തു നിന്നുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നിന്നുപോയാൽ എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. കൂടാതെ ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ മിക്ക വീടുകളിലും സ്വന്തം ഇഷ്ടങ്ങൾക്കോ തീരുമാനങ്ങൾക്കോ ഒരു വിലയും ഉണ്ടാകില്ല എന്നും തിരിച്ചറിയുക. അതുകൊണ്ടാണ് പല വീടുകളിലും അച്ഛന്റെ തീരുമാനം ഫൈനൽ തീരുമാനമായി മാറുന്നത്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത, സ്വന്തം തീരുമാനങ്ങളെ പാർട്ട്ണർ പരിഗണിക്കാത്തൊരു ജീവിതം അത്ര തൃപ്തികരമായൊരു ജീവിതമല്ല. അതൊരാളുടെ സെൽഫ് വർത്തിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നത് പോലെയായിരിക്കും. ഇത്രയും പറഞ്ഞത് സ്ത്രീകൾ എന്തുകൊണ്ട് കല്യാണത്തെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനാണ് എന്നതിന്റെ കാരണങ്ങളാണ്. എന്തുകൊണ്ട് ഇവിടെ സ്ത്രീകൾ എന്ന് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, പുരുഷന്മാരെ നമ്മുടെ സൊസൈറ്റി മറ്റൊരാളുടെ വരുമാനത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനല്ല എൻകറേജ് ചെയ്യുന്നത് എന്നതാണ് കാരണം. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റാം, എങ്ങനെ സ്ത്രീകൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാം എന്നതിനെ കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ചില വഴികൾ നോക്കാം. അൺപെയ്ഡ് വർക്കിന് വേണ്ടി സമയം ചെലവാക്കുന്നതിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ. അൺപെയ്ഡ് എന്ന് വെച്ചാൽ വരുമാനമില്ലാത്ത ജോലി. കുട്ടിയെ നോക്കൽ, വീട്ടിലെ അസുഖമുള്ള മുതിർന്നവരെ പരിപാലിക്കൽ, പാചകം, വീട് വൃത്തിയാക്കൽ, അങ്ങനെ പോകുന്നു അവ. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ പലപ്പോഴും അൺപെയ്ഡ് വർക്കിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ മാത്രം നൽകിയാണ് വളർത്തുക, കൂടെ പഠിക്കുന്നുണ്ടെങ്കിൽ അതും. ഇതിൽ പഠിത്തം നിന്ന് പോയാലും മറ്റു കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിനിടയ്ക്ക് മറ്റ് സ്കിൽസ്, ഉദാഹരണത്തിന് മണി മാനേജ്മെന്റ്, പഠിത്തം ശരിയാകുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ മറ്റു തൊഴിലുകളെ കുറിച്ചുള്ള അറിവ്, അതിലേക്കുള്ള എക്സ്പോഷർ, നെറ്റ്വർക്കിംഗ്, ഇതൊന്നും ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്ക് നൽകാറില്ല. അത് മാറ്റി ആണിനും പെണ്ണിനും ഒരുപോലെ എക്സ്പോഷർ നൽകി വളർത്തുക എന്നതാണ് ആദ്യം വേണ്ടത്. രണ്ടാമതായി വേണ്ടത് അൺപെയ്ഡ് വർക്ക്
വർക്ക് ഒരേപോലെ ഷെയർ ചെയ്യുന്ന ഒരു രീതി കുടുംബങ്ങളിൽ ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. ഒരു വീട്ടിൽ ഹൗസ് വൈഫ് ചെയ്യുന്ന ജോലി അൺപെയ്ഡ് വർക്കാണ്. വീട്ടിലെ പുരുഷന് സുഗമമായി തന്റെ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് വീട്ടിലെ സ്ത്രീ ആയിരിക്കും, കുട്ടികളെ നോക്കുന്നതടക്കം. എന്നിരുന്നാലും ആ ജോലിയുടെ അടിസ്ഥാനത്തിൽ ഫലപ്രദമായി നെഗോഷിയേറ്റ് ചെയ്യാനോ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാക്കിയെടുക്കാനോ സ്ത്രീകൾക്ക് കഴിയാറില്ല. ഉദാഹരണത്തിന് ഒരു 10-30 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഹസ്ബൻഡ് കുറച്ച് സ്ഥലം വാങ്ങിയാൽ അല്ലെങ്കിൽ പുതിയൊരു വീടുണ്ടാക്കിയാൽ അയാൾ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയ വീട്, സ്ഥലം എന്നായിരിക്കും. അതായത് ഭാര്യ ചെയ്ത അൺപെയ്ഡ് വർക്കിന് ഒരു വിലയും ഇല്ലാതാവുകയാണ് അവിടെ. അതേസമയം അൺപെയ്ഡ് വർക്ക് ഷെയർ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ജോലിക്ക് പോകാനും ഒരുപോലെ വരുമാനം ഉണ്ടാക്കാനും കഴിയും. ഇനി ഒരു കപ്പിൾ തീരുമാനിക്കുകയാണ് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതും വൈഫ് വീട്ടുജോലി ചെയ്യുന്നതുമാണ് അവർക്ക് നല്ലതെന്ന്. അങ്ങനെയെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന പൈസയിൽ എത്രത്തോളം അവകാശം വൈഫിന് ഉണ്ടെന്നതിനെക്കുറിച്ച് ആദ്യമേ ഒരു ധാരണ രണ്ടുപേർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക്, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാ ദിവസവും മണിക്കൂറുകൾ ചെലവാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വീട് എല്ലാ ദിവസവും തിളങ്ങുന്ന രീതിയിൽ വൃത്തിയാക്കി വെക്കുന്നത് കാണാൻ കഴിയും. ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന സമയം കുറയ്ക്കണമെന്നതാണ് എന്റെ അഭിപ്രായം. വിപുലമായ ബ്രേക്ക്ഫാസ്റ്റും വൃത്തിയാക്കലുമൊക്കെ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലേക്ക് ചുരുക്കുക. ഇനി എല്ലാ ദിവസവും അങ്ങനെ വേണമെന്ന് വീട്ടിലുള്ളവർ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറയുക. അത് ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും. ഇങ്ങനെ വീട്ടിലെ പണി ചുരുക്കി കിട്ടുന്ന സമയം മറ്റ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് പഠിക്കാൻ എടുക്കുക എന്നതാണ് അടുത്തത്. അതിനൊപ്പം തനിക്ക് എന്തിലാണ് താല്പര്യം എന്നുകൂടി മനസ്സിലാക്കുക. ചെറിയ എന്തെങ്കിലും കച്ചവടമോ മറ്റോ തുടങ്ങാനാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കി വിൽക്കാനാണെങ്കിൽ അതിന്റെ സാധ്യതകളെക്കുറിച്ചും ഏതൊക്കെ പ്ലാറ്റ്ഫോമിലൂടെ അത് ചെയ്യാനാകുമെന്നുമൊക്കെ നോക്കുക. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾക്ക് കൃഷി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ മാത്രം ചെയ്തു നോക്കാതെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചുകൂടെ വലിയ രീതിയിൽ വരുമാനം കിട്ടുന്ന രീതിയിൽ ചെയ്തു നോക്കുക. അങ്ങനെ എന്തിനാണ് താല്പര്യമെങ്കിലും അതിനെ വരുമാനം കിട്ടുന്ന രീതിയിലേക്കൊന്ന് മാറ്റി ചിന്തിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുക. അതിനുള്ള ക്യാപിറ്റൽ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്കും ഗ്രൂപ്പായും ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ധനസഹായം, ലോൺ എന്നിവയൊക്കെ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് മുദ്രാ ലോൺ എന്നൊക്കെ ഗൂഗിളിൽ തിരഞ്ഞു നോക്കുക. ഇനി ഇങ്ങനെ സെർച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ മറ്റുള്ളവരോട് സഹായം ചോദിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെറിയ ചില കോഴ്സുകളിലൂടെയോ മറ്റോ കിട്ടുമെങ്കിൽ അതിന് ശ്രമിക്കുക. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഓൾറെഡി കണ്ടീഷൻഡ് ആയ ഒരു സെറ്റപ്പിൽ നിന്നും പുറത്തു വരേണ്ടതുണ്ട്. അത് കുറച്ചധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മാത്രവുമല്ല, പല കേസുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യം എതിർക്കുന്ന വീട്ടുകാർ പോലും വരുമാനം കിട്ടിത്തുടങ്ങുമ്പോൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. തൊഴിൽ ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശത്തെ എതിർക്കാൻ ആർക്കും അവകാശമില്ല എന്ന് തിരിച്ചറിയുക. എതിർക്കുന്നവരെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന പുരുഷന്മാരോട് പറയാനുള്ളത്, സ്വാഭാവികമായും തൊഴിലിന് ശ്രമിക്കുമ്പോൾ, സ്വന്തമായി തുടങ്ങുമ്പോഴൊക്കെ വീഴ്ചകൾ സ്വാഭാവികമാണ്. വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സപ്പോർട്ട് പലയിടത്തു നിന്നും കിട്ടി തന്നെയാണ് ഓരോരുത്തരും വളരുന്നത്. അതുകൊണ്ട് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ എന്റെ ഭാര്യ ജോലിക്കൊന്നും പോയിട്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാൻ എന്നൊക്കെ പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത് സമൂഹത്തിന്റെ കണ്ടീഷനിങ് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. വീട്ടിലെ സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം ഉണ്ടായാൽ അത് ഉപകാരപ്രദമാകുന്നത് നിങ്ങൾക്ക് കൂടിയായിരിക്കുമെന്നും തിരിച്ചറിയുക. സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാവുക എന്നത് ഒരു ചോയ്സ് മാത്രമാണെന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന നമ്മുടെ സമൂഹത്തെക്കുറിച്ചും ആളുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.